ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GN എജ്യുവേളിലേക്ക് സ്വാഗതം. ജനുവരി 7, 8, 9 തീയതികളിലെ മാത്സിൻ്റെ കുറച്ച് കണക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ 2-3 പേര് എന്നോട് ഇനിയും മാത്സ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് 2 ദിവസം ഇടാണ്ടിരുന്നത് എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണിത്. നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ ചിലപ്പോൾ സെർച്ച് ലിസ്റ്റിൽ എൻ്റെ ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ ആ വീഡിയോ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 12 km/h ആൻഡ് സ്പീഡ് ഓഫ് ദ കറൻറ്റ് ഈസ് 4 km. It travels from point A to B and returns to point A in total 6 hours. Find the total distance travelled by the boat. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടറിൽ 12 കിലോമീറ്ററും കറൻറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 4 കിലോമീറ്ററുമാണ്. അപ്പോൾ ഒരു ബോട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തു. പിന്നെ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും ട്രാവൽ ചെയ്യാനായിട്ട് മൊത്തം 6 മണിക്കൂർ എടുത്തു. അപ്പോൾ ആ ബോട്ടിന് എത്ര ഡിസ്റ്റൻസ് ആണ് മൊത്തം ട്രാവൽ ചെയ്തതെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് നോക്കാം. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ 12ഉം 4ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടും. 12ഉം 4ഉം 16 ഡൗൺ സ്ട്രീം സ്പീഡ്. ഇനി അപ്പ് സ്ട്രീം സ്പീഡാണെങ്കിൽ 12ൽ 4 കുറയ്ക്കാം. അപ്പോൾ 8 കിട്ടും. അപ്പോൾ 2 സ്പീഡും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണല്ലോ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിസ്റ്റൻസ് D ആയിട്ട് എടുക്കുക. D/16 + D/8 ഈക്വൽ ടു നമുക്കിവിടെ 6 hours എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6 എന്ന് എടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ LCM എടുക്കുക. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 16 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ D + 2D = 6 എന്ന് കിട്ടും. അപ്പോൾ 3D = എന്ത് കിട്ടും? 16 × 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 16 × 6 എന്ന് എഴുതാം. ഇനി ഈ 3 ക്യാൻസലാക്കുക. ഇത് 2. അപ്പോൾ D = 32 എന്ന് കിട്ടും. D 32 ആണ്. അപ്പോൾ D ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസാണ് 32. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 32 + 32 64. ഇതാണ് ആൻസറായിട്ട് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ, റെക്റ്റാങ്കിൾ മെഷേഴ്സ് 8 cm ആസ് ലെങ്ത്ത്. അപ്പോൾ ഇവിടെ 8 cm ലെങ്ത്ത്, 8 cm ആൻഡ് ഡയഗണൽ മെഷേഴ്സ് 10 cm. ഡയഗണൽ 10 cm ആണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ? അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ട്രിപ്ലെറ്റ് അറിയാമെങ്കിൽ ഇവിടെ എന്തായാലും 6 വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ട്രിപ്ലെറ്റ് അറിയാൻ പാടില്ലാത്തവർക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട്, ഈ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ലെങ്ത് എത്രയാണ്? 8ൻ്റെ സ്ക്വയർ = 100 - 64. അപ്പോൾ 36 കിട്ടും. 36ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 6. അപ്പോൾ 6 ആണ് നമ്മുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 6 കിട്ടി. ഇനി നമുക്ക് പെരിമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 × L + B ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് 8ഉം B എന്ന് പറയുന്നത് 6ഉം = 8 6 14. 14 × 2 28 എന്നിട്ടും. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ 28 എന്ന് കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. നമുക്ക് നെക്സ്റ്റ് കണക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടോൺമെൻറ്റ് ഓഫ് 500 persons had food for 24 days. Another batch of 300 people arrives. How many days will food last? അപ്പോൾ ഒരു കണ്ടോൺമെൻറ്റിൽ 500 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 24 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അനദർ ബാച്ച് 300 ആളുകളും കൂടി വന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഇനി എത്ര ദിവസത്തേക്ക് ഫുഡ് ഉണ്ടാവും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 500. അപ്പോൾ 500 ആളുകളുണ്ടായിരുന്നു. അവർക്ക് എത്ര
24 ദിവസത്തെ ഫുഡ് ഉണ്ടായിരുന്നു. ഈ 300 ആളുകളും കൂടി വരുമ്പോൾ 500 300 800 ആവും. അപ്പോൾ 800 ആളുകൾക്ക് എത്ര ദിവസത്തേക്കുള്ള ഫുഡ് വേണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എക്സ് ഇടാം. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ 800ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ 500 × 24 / 800 എത്രയാവും? ഈ 2 0 ക്യാൻസലായിപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ തീർട്ടും. അപ്പോൾ 5 3s 15. അപ്പോൾ 15 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാവും. നമുക്ക് അടുത്ത കണക്ക് നോക്കാം. The ratio of 3 numbers is 2:3:5 and HCF is 35. Find out the LCM of the numbers. അപ്പോൾ റേഷ്യോസ് 2:3:5 എന്നുള്ള അംശബന്ധത്തിലും അതിൻ്റെ HCF 35 ആണ്. അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ HCF എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 2നെ ഈ 35 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടും. 3നെ 35 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. അടുത്തത് 5നെ 35 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് 3 എണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നതാണല്ലോ HCF. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ 35 × 2 എന്ന് പറയുമ്പോൾ 70 കിട്ടും. ഇനി 35 × 3 എന്ന് പറയുമ്പോൾ 105 കിട്ടും. ഇനി 35 × 5 എന്ന് പറയുമ്പോൾ 175 കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ LCM എടുക്കേണ്ടത്. നമുക്കിവിടെ 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ 14 കിട്ടും. ഇവിടെ 21 കിട്ടും. ഇവിടെ 35 കിട്ടും. ഇനി നമുക്ക് 7 കൊണ്ട് ചെയ്യാം. 2 3 5. അപ്പോൾ എങ്ങനെ കിട്ടും? 35 70 × 3 210 × 5. അപ്പോൾ 1050 കിട്ടും. അപ്പോൾ LCM 1050 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത കണക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 bikes begin from a point P at 5 km/h and 5.5 km/h respectively. Find the distance between them after 8.5 hours. അപ്പം ഒരു പോയിന്റ് P ഉണ്ട്. അവിടെ നിന്ന് 2 ബൈക്ക്, ഒരു ബൈക്കിന് 5 km/h വേഗവും മറ്റേ ബൈക്കിന് 5.5 km/h സ്പീഡുമാണ് ഉള്ളത്. അപ്പോൾ 8.5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവർ പോകുന്നത് സെയിം ഡയറക്ഷനിലായതുകൊണ്ട് സ്പീഡ് തമ്മിൽ നമുക്ക് കുറയ്ക്കണം, ആവറേജ് സ്പീഡ് കാണാനായിട്ട്. അപ്പോൾ 5.5 ആണ് ഒരെണ്ണത്തിൻ്റെ സ്പീഡ്, ഒരെണ്ണത്തിൻ്റെ സ്പീഡ് 5 ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് കുറച്ച് കഴിയുമ്പോൾ 0.5 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡ്. ഇനി നമുക്ക് എന്താ തന്നേക്കുന്നത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്ക് 8.5 hours തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? ടൈം ഇൻറ്റു സ്പീഡാണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 8.5 ആണ്, ഇൻറ്റു സ്പീഡ് എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ 4.25 വരും. ഇവിടെ 2 ഇതുള്ളത് കൊണ്ട് 2 എണ്ണം മാറ്റി കുത്തിട്ടതാണ്. അപ്പോൾ 4.25 ആണ് എന്ത്? ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് അടുത്ത കണക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സൈഡ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആർ ഇൻക്രീസ്ഡ് 3 times, ദെൻ ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 times ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയയിൽ എത്ര ഇൻക്രീസ് ഉണ്ടാവുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √3/4a² ആണ്. അപ്പോൾ √3/4a² ആണ് എന്ത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ 3/4 ഇവിടെ നമുക്ക് ആവശ്യമില്ല, കാരണം രണ്ടിലും ഏരിയ 3/4 വരുമ്പോൾ ക്യാൻസലായിപ്പോൾ. അപ്പോൾ നമുക്ക് വശം മാത്രം എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ആദ്യത്തെ വശം 1 ആയിരുന്നു എന്ന് എടുക്കുക. 3 times കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 3 ആയിരുന്നു. അപ്പോൾ നമുക്ക് a² അവിടെ എന്ത് ചെയ്യാം?
1 സ്ക്വയറിനിടാം. അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ ആദ്യത്തെ ഏരിയ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കാം, ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ. അപ്പോൾ രണ്ടാമത്തേൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ, അപ്പോൾ 1/9. അപ്പോൾ നമ്മുടെ സൈഡ് 3 ടൈംസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയയിൽ 9 ടൈംസ് ഇൻക്രീസ് ഉണ്ടാവുമെന്ന് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും. നമുക്കിനി അടുത്ത കണക്ക് നോക്കാം. ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 റിയൽ നമ്പേഴ്സ് ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12, ദെൻ ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എക്സ് വൈ. അപ്പോൾ എക്സ് വൈ 2 റിയൽ നമ്പേഴ്സാണ്, എക്സ് പ്ലസ് വൈ 12 ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എക്സ് വൈയുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ എത്രയായിരുന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, മാക്സിമം വാല്യൂ എക്സ് ഈക്വൽ ടു വൈ ആവുമ്പോഴായിരിക്കും. അതായത് എക്സിന് ഇവിടെ 12 ആയതുകൊണ്ട് 6ഉം 6ഉം, അപ്പോൾ 6 and 6, 6 6 are 36. അപ്പോൾ 36ലായിരിക്കും മാക്സിമം വാല്യൂ. ഇനി ഇതറിയാൻ പാടില്ലാത്തവർക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ വൈ 11 കൊടുക്കണം, അപ്പോഴാണ് 12 ആവുക. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 11 തന്നെയായിരിക്കും കിട്ടുക. പിന്നെ ഇനി 2 കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം? 10 കൊടുക്കണം. അപ്പോഴാണ് 12 ആവുക. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ആയിരിക്കും കിട്ടുക. ഇനി 3 ആണെങ്കിൽ ഇവിടെ 9 കൊടുക്കണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 27 കിട്ടും. ഇനി 4 ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. 4 8s are 32 കിട്ടുക. അപ്പോൾ അതും 36നേക്കാൾ ചെറുത് തന്നെയാണ്. ഇനി നമുക്ക് 5 നോക്കാം. 5 ആണെങ്കിൽ വരുമ്പോൾ 7 വരും. അപ്പോൾ 7 5s are 35 വരെ വരുള്ളൂ. ഇനി 6ഉം 6ഉം ആണ് ഉള്ളത്. 6ഉം 6 വരുമ്പോൾ 36. അപ്പോൾ മാക്സിമം വാല്യൂ ആവുന്നത് രണ്ടും ഈക്വലായിട്ട് കൊടുക്കുമ്പോഴാണ്, എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ എക്സിന് 6ഉം വൈക്ക് 6ഉം കൊടുക്കുമ്പോഴാണ് ഇവിടെ മാക്സിമം കിട്ടുക. നമുക്ക് അടുത്ത കണക്ക് നോക്കാം. 1 person take 1 round of circular path in 12 minutes and another person take it in 18 minutes. If they start circling in the same direction simultaneously, how long will the two be at a starting point together? അപ്പം ഒരാൾക്ക് ഒരു സർക്കുലർ പാത്ത് റൗണ്ട് ചെയ്ത് വരാനായിട്ട് 12 മിനിറ്റ് വേണം, വേറൊരാൾക്ക് അതിന് 18 മിനിറ്റ് വേണം. അപ്പോൾ 2 പേരും സെയിം പൊസിഷനിൽ നിന്ന് സെയിം ഡയറക്ഷനിൽ സർക്കിൾ ചെയ്യാണ്. അപ്പോൾ അവർക്ക് എത്ര ടൈം വേണം ഒന്നിച്ച് വരാൻ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ LCM എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 12ൻ്റെയും 18ൻ്റെയും LCM ആണ് വേണ്ടത്. അപ്പോൾ 2 ഉണ്ട്, ഇനി 3 ഉണ്ട്. അപ്പോൾ 23 6, 6 2 12, 12 × 3 36. അപ്പോൾ 36 മിനിറ്റ് കഴിയുമ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തും. നമുക്ക് അടുത്ത കണക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് കോസ് തീറ്റ ഈക്വൽ ടു 4/5 ദെൻ സിക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ നമുക്കൊരു പിക്ചർ വരയ്ക്കാം. ഇതിനകത്ത് ഇത് തീറ്റ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇത് തീറ്റ, അപ്പം കോസ് തീറ്റ തന്നേക്കുന്നത്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്. അപ്പം ഇത് 4ഉം പിന്നെ ഹൈപ്പോട്ടനസ് 5ഉം ഇങ്ങനെ ഇടും. അപ്പോൾ ഇത് ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ 3 ആയിരിക്കും വരിക, 3 4 5. അപ്പം ഇനി നമുക്ക് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, കോസിൻ്റെ നേരെ. ഇതപ്പോൾ 5/4 ആയിരിക്കും സീക്ക് തീറ്റ എന്ന് പറയുന്നത്. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നതോ? ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് 3 ആണ്. ഇനി അഡ്ജസൻറ്റ് സൈഡ് 4 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 5/4 പ്ലസ് 3/4. അപ്പോൾ 2 സൈഡും അടിയിൽ 4 ആയതുകൊണ്ട് 8/4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് കണക്ക് നോക്കാം.
Next question, if the cost price of 80 pen equal to selling price of 12 pen, what is the gain percentage? അതായത് 80 പെന്നിൻ്റെ കോസ്റ്റ് പെർസെൻറ്റേജ് 12 പെന്നിൻ്റെ സെല്ലിംഗ് പ്രൈസിന് തുല്യമാണ്. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് തന്ന മാതിരി തന്നെ എഴുതാം. 80 പെന്നിൻ്റെ എന്താണ് സി പി എന്തിന് തുല്യമാണ്? 12 പെന്നിൻ്റെ എസ് പിക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് സി പിയുടെയും എസ് പിയുടെയും ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ സി പി ബൈ എസ് പി എന്ന് പറയുമ്പോൾ 12 ബൈ ഈ 18 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇത് നമുക്ക് വെട്ടി കുറയ്ക്കാൻ പറ്റും. 6 2 12 9 18 വീണ്ടും 3 കൊണ്ട് വെട്ടാം. 2/3. അപ്പോൾ എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. അപ്പോൾ ഈ എസ് പി ആണ് 3, സി പി ആണ് 2. അപ്പോൾ ഇപ്പം ഇങ്ങനെ വിചാരിക്കുക, 2 രൂപയുടെ പേന 3 രൂപയ്ക്ക് നമ്മൾ വിറ്റു. അപ്പോൾ എങ്ങനെയാണ് ഗെയിൻ പെർസെൻറ്റേജ് കാണുക? ഗെയിൻ പെർസെൻറ്റേജ് കാണാനായിട്ട് 3ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ 1 രൂപയാണ് പ്രോഫിറ്റ് ബൈ സി പി എന്ന് പറയുമ്പോൾ 2 ആണ് ഇൻറ്റു 100. അപ്പോൾ എന്ത് കിട്ടും? 50% ആണ് നമ്മുടെ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത കണക്ക് നോക്കാം. If 6 laborers can complete work in 15 days, then how many laborers will complete 1.5 times of this work in 10 days? അപ്പം 6 ലേബേഴ്സ് കൂടി 15 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യും. അപ്പോൾ ഹൗ മെനി ലേബേഴ്സ് വിൽ കംപ്ലീറ്റ് 1.5 ടൈംസ് ഓഫ് വർക്ക് ഇൻ 10 days? അപ്പോൾ എത്ര ലേബർ വേണം അതിൻ്റെ 1.5 ടൈംസ് വർക്ക് ചെയ്യാനായി? 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യാൻ എത്ര ലേബർ വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എത്ര വർക്ക് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 6 ലേബേഴ്സ് ഉണ്ട്, 15 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ 15 × 6. അപ്പോൾ 15 × 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 90 കിട്ടും. അപ്പോൾ 90 വർക്ക് ഉണ്ട്. 90 വർക്കിൻ്റെ 1.5 ടൈംസ് ആണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 90യുടെ 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എന്ന് പറയുമ്പോൾ 3/2. 3/2 കൂടി ചെയ്യാതെ എത്ര? 45 × 3 എത്രയാണ്? 135. അപ്പോൾ മൊത്തം 135 വർക്ക് ഉണ്ട്. ആ വർക്ക് 10 ദിവസം കൊണ്ട് ചെയ്യാൻ എത്ര ലേബേഴ്സ് വേണമെന്നല്ലേ? അപ്പോൾ 135 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 13.5 അതാണ് ആൻസർ കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കണക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സൗരവ് ആൻഡ് കുശാൽ കംപ്ലീറ്റ് വർക്ക് ഇൻഡിവിജ്വലി ഇൻ 35 days and 15 days റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ദേ വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് ടുഗദർ. അപ്പോൾ സൗരവിന് 35 days വേണം ഒരു വർക്ക് ചെയ്യാൻ, കുശാലിന് 15 days വേണം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മൊത്തം എത്ര ദിവസം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ LCM എടുക്കാം. ഇപ്പോൾ 35ൻ്റെയും 15ൻ്റെയും LCM എടുക്കാം. LCM എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ 5 കൊണ്ട് അപ്പോൾ എത്രയാണ്? 7 3s are 21. 21 × 5 105. 105 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവരുടെ ഇത് 105 എന്ന് എഴുതാം. ഇനി സൗരവ് 35 ദിവസവും അവർ കുശാൽ 15 ദിവസവും ചെയ്യും. അപ്പം ഇനി ഇവരുടെ എഫിഷ്യൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ഈ 105നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ സൗരവിൻ്റെ എഫിഷ്യൻസി 3 എന്ന് കിട്ടും. ഇനി ഈ 105നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ 7 ആണ് നമ്മുടെ കുശാലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ദിവസം കൊണ്ട് രണ്ടുപേരും കൂടി ഈ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ മൊത്തം ജോലി എന്ന് പറയുമ്പോൾ 105 ആണ്. അത് ഇവർ രണ്ടുപേരുടെ എഫിഷ്യൻസി കൂട്ടുമ്പോൾ 7 3 10. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി 10.5 ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും. ഇനി കുറച്ച് കണക്കും കൂടി ഉണ്ട് ഈ 7 8 9 ദിവസത്തെ. അപ്പോൾ ഞാൻ ഇത് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ വലിയ ലോങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അടുത്ത പാർട്ടും കൂടി ഒരെണ്ണം കൂടി ചെയ്യാം. അപ്പോൾ അതിനകത്ത് ബാലൻസ്
ഉള്ള ക്വസ്റ്റ്യൻസും കൂടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.